ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനും കണ്ണനും ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതായത് നമ്മൾ അങ്ങാടിയിലേക്ക് പോകുന്നത് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ദിവസമായി ചടച്ച് കിടക്കുകയാണ് ഞാൻ. എനിക്ക് എന്താണെന്നൊന്നും അറിയില്ല. കാരണം പഠിത്തം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി എന്ത്, ഇനി എങ്ങനെ മുന്നോട്ട്, അങ്ങനെ കുറേ ചിന്തകളായും ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ എന്നുള്ളൊരു മനോഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. പിന്നെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പോകുന്നുണ്ട്, ഞാനും അവനും മാത്രമായിരിക്കും. ആ സമയത്തും നമുക്ക് ഭയങ്കര ചടപ്പാണ്. ഒറ്റയ്ക്കിരിക്കുന്ന അമ്മമാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം ഇനി എന്തെങ്കിലും നോക്കണം. പക്ഷെ ആ നോക്കുന്നത് ഏത് രീതിയിൽ വേണം എന്നുള്ള ഈ ഒരു പ്രോസസ്സിനെ എനിക്ക് ഏത് പേരിട്ട് വിളിക്കണം എന്നൊന്നും അറിയില്ല. പക്ഷേ ഇത് ശ്രദ്ധിച്ചും കണ്ടും കൈകാര്യം ചെയ്തില്ലെങ്കിൽ ജീവിതം കട്ടപ്പുകയാകും എന്നുള്ളത് കറക്റ്റാണ്. അങ്ങനെ നമ്മൾ പാലും കുപ്പി എടുത്താട്ടോ പോകുന്നത്. നമുക്ക് പാല് കൊണ്ടു തരുന്നത് വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടനാണ്. ആൾക്ക് വീട്ടിലേക്ക് എടുക്കുമ്പോൾ നമുക്കും കൂടി കൊണ്ടുവരും. പക്ഷെ നമ്മൾ കുപ്പി അവരെ ഏൽപ്പിക്കാറില്ല. അപ്പം അതേറ്റാണ് നമ്മൾ പോയത്. കാരണം അവിടെ വരെ പോകുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ വെക്കാമെന്ന് വിചാരിച്ചു. കണ്ണനാണെങ്കിൽ കുപ്പി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ അവനീ കാണുന്ന പശുക്കളെയും ചെമ്പരത്തിപ്പൂവും കാര്യങ്ങളൊക്കെ പറിക്കാനും കാണിച്ചു തരാനൊക്കെ ഭയങ്കര മുന്നിലായിരിക്കും കേട്ടോ. ആൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. കാരണം ആൾക്ക് സ്ക്രീൻ പ്ലേ ഞാൻ അധികം കൊടുക്കാറില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ആളെ ഞാൻ കളിപ്പിക്കാറുള്ളത്. അങ്ങനെ നമ്മൾ അക്ഷയ സെൻറ്ററിൽ എത്തിയിട്ടോ. അക്ഷയ സെൻറ്ററിൽ ഹസ്ബൻഡിൻ്റെ ഒരു ആവശ്യത്തിനാണ് എത്തിയത്. ആൾ വർക്കിന് പോയതുകൊണ്ട് ഞാൻ പോയിക്കോളാമെന്ന് ഒരൊറ്റ എടുത്തുചാട്ടായിരുന്നു ഞാൻ. കാരണം എനിക്ക് പുറത്തിറങ്ങണമായിരുന്നു. അതായിരുന്നു മെയിൻ റീസൺ. പക്ഷെ അവിടെ ചെന്നപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. നമുക്ക് നാളെ ഒന്നുകൂടെ വരേണ്ടി വരും. അങ്ങനെ പിന്നെ നമ്മൾ വേഗം നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഒരു ചെറിയ ഹോട്ടലിൽ കയറിയിട്ട് നല്ല അടിപൊളി ബിരിയാണി വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് വിട്ടത്. വീട്ടിലേക്ക് ഓട്ടോറിക്ഷയ്ക്കാണ് വിട്ടത്. മഴ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നാമത് കണ്ണൻ പോകുമ്പോൾ ഉള്ള ഈ ആവേശം വരുമ്പോൾ കാണിക്കാറില്ല. അതായത് നമുക്ക് ഈ കയറ്റം കയറാനുള്ളതുകൊണ്ട് എനിക്ക് അവനെ എടുത്ത് കയറുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ആളാണെങ്കിൽ ആ സമയങ്ങളിൽ നടക്കത്തുമില്ല. ഈ പോകുമ്പം അമ്മ ഞാൻ നടന്നോളാറിന് എന്നെ ഒന്നും എടുക്കാൻ പോലും സമ്മതിക്കില്ല. പക്ഷേ ഇവൻ മറ്റേ ഇതാണ് തോന്നുന്നു, അന്യനില്ലേ, അവൻ്റെ അച്ഛമ്മയുടെ കൂടെ ആവുന്ന സമയത്ത് തീരെ നടക്കത്തില്ല. അവനെന്തോ കാലിന് തളർവാദം വന്ന പോലെയാണ്. അമ്മ എടുക്കമ്മ, അമ്മ എടുക്കമ്മ പറഞ്ഞിട്ട് അമ്മയുടെ ഒക്കത്ത് കയറിയിരിക്കും. എൻ്റെ അടുത്തേക്ക് വരാറില്ല. കാരണം ഞാൻ ആ ഭാഗത്തേക്ക് മൈൻഡ് ചെയ്യാറില്ല. അമ്മയൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കങ്ങനെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു. ഒരു 2-2.5 മണിക്കൂർ കിടന്നുറങ്ങി ഗൈസ്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ റൂട്ടീൻ. ഇപ്പോൾ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, വേറെ എന്ത് ചെയ്യാനാണ് ഞാൻ. പിന്നെ ലാപ്ടോപ്പ് എടുത്ത് എന്തെങ്കിലുമൊക്കെ കുത്തിക്കൊണ്ടിരിക്കും. പിന്നെ കുറേ യൂട്യൂബ് വീഡിയോ കാണും. കുറേ എന്തൊക്കെ സ്കോപ്പുകളാണ് ഇനി MCOM കഴിഞ്ഞിട്ടുള്ളതെന്നുള്ളത് ചിന്തിക്കും. യൂട്യൂബിൽ കുറേ മോട്ടിവേഷൻ വീഡിയോസ് കാണും. കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെത് ഡീറ്റെയിൽസ് അന്വേഷിക്കും. അങ്ങനെ കുറേ എൻ്റെ സ്കോപ്പ് നോക്കിയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. പക്ഷെ ഞാൻ എവിടെ എക്സാക്റ്റ് ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ നമ്മൾ ഉറങ്ങി എണീറ്റപ്പം പൊതുവേ നമ്മൾ ഈ ബിരിയാണിയൊക്കെ കഴിച്ചാൽ ഒരു ഉറക്കം നിർബന്ധം കേട്ടോ. പിന്നെ നമ്മൾ ഉറങ്ങി എണീറ്റപ്പം നമുക്ക് ഭയങ്കര വിശക്കാൻ തുടങ്ങി. കണ്ണ എണീറ്റപ്പോൾ തന്നെ ആദ്യം എന്നോട് പറഞ്ഞത് കഞ്ഞി വേണ്ട കേട്ടോ അമ്മ എന്നാണ്. കാരണം അവന് നമ്മൾ ഇടയ്ക്ക് കഞ്ഞിയാണ് കൊടുക്കാറ്. ഇടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി നമ്മളെ ഈ പൊരിയവിലില്ലേ അതൊക്കെ ഉണ്ട്. പിന്നെ ഐസ്ക്രീമും ഫ്രിഡ്ജിലുണ്ട്. കടല അച്ഛൻ കൊണ്ടൊന്നുണ്ടാവും, ബൂസ്റ്റ് അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ കുറേ ചിന്തയൊക്കെ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു തട്ടിക്കൂട്ട് അവിൽ മിൽക്ക് ഉണ്ടാക്കാം. തട്ടിക്കൂട്ട് അവിൽ മിൽക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ പാത്രം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ. എനിക്ക് വേറെ സെറ്റ് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് വയ്യായിരുന്നു. അവനും വേറെ എനിക്ക് വേറെ എന്നുള്ളൊരു ചിന്തയില്ല. നമ്മളൊരു ഡവർ പോലത്തെ ഒരു ചെറിയ ചോറ്റും പാത്രത്തിൽ അത് ഉണ്ടാക്കാൻ വിചാരിച്ചു. 2 പേർക്ക് ഇരുന്ന് അങ്ങ് കഴിക്കാമെന്നും ചിന്തിച്ചു. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പഴം എടുത്തു ഉടച്ചു കേട്ടോ ഗൈസ്. പിന്നെ ഇല്ലാതിരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ പാലായിരുന്നു. അവിൽ മിൽക്കില്ല ഗൈസ്, അവിലുണ്ട്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. വെള്ളം ഒഴിച്ചാലും അടിപൊളി ടേസ്റ്റാണ്. പാലൊഴിച്ചാൽ കുറച്ചുകൂടെ അങ്ങനെ ചിന്തിച്ച് വിഷമിക്കുക എന്നെക്കൊണ്ട് വയ്യ. ഞാനുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ തയ്യാറായിട്ടാണ് ഇതുണ്ടാക്കുന്നത് ഗൈസ്. പിന്നെ കണ്ണന് എന്താണെന്ന് അറിയില്ല, ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളിപ്പോൾ അടുത്തൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോഴൊക്കെ ആൾ ഭയങ്കരമായിട്ട് നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്ന ആൾക്ക് അമ്മ ഒന്നുകൂടെ ഉണ്ടാക്കി തരുമോ ചോദിക്കും. ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് കൊണ്ട് നമുക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ വലിയ മടിയില്ലാത്തതുകൊണ്ട്. കാരണം വലിയ പണിയില്ല കൈസ് ഇത് ഉണ്ടാക്കാൻ. നല്ല സിമ്പിൾ പരിപാടിയാണ്. നമുക്ക് അടുപ്പ് പോലും കത്തിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതിൽ ഞാൻ ഭയങ്കര തൃപ്തിയാണ്. അതുകൊണ്ട് അവന് വേണ്ടി ഞാനിത് എത്ര വേണം ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഇതെനിക്കും ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്. പിന്നെ കടലയും കാര്യങ്ങളൊക്കെ അങ്ങനെ വീട്ടിൽ കൊണ്ടുവരുന്നതുകൊണ്ട് നമ്മൾ അതൊക്കെ എടുത്ത് വെച്ചിരുന്നു. പക്ഷെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമുക്ക് ഇന്നത്തേക്ക് ഈ ഒരു ആവശ്യത്തിനുള്ളത് ഉണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ അവിൽ മിൽക്ക് സെറ്റാക്കുന്ന പരിപാടിയിലാണ്. കണ്ണ അതിൻ്റെ ഇടയിൽ വന്ന് ഓരോന്ന് എടുത്തു കൊണ്ടുപോകും. പിന്നെ ഹോർലിക്സ് കണ്ണൻ്റെയാണ്, ബൂസ്റ്റ് പിന്നെ ഇവിടെ
എന്തോ ഒരു ജ്യൂസ് എന്തോ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങി വെച്ചായിരുന്നു. അതൊക്കെ എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ശരിക്കും ബൂസ്റ്റ് മാത്രം ഇട്ടാൽ മതിയായിരുന്നു. പ്രഹസനം അല്ലാതെ എന്ത് ഗൈസ്. കാരണം കണ്ണ് ഹോർലിക്സ് കലക്കി കുടിക്കുന്നതിനേക്കാളും പൊടിയെടുത്ത് കഴിക്കുന്നതാണ് സ്വഭാവം. എന്നിൽ നിന്ന് പഠിച്ച സ്വഭാവം തന്നെയാണ്. കുട്ടിയെ തെറ്റ് പറയാനൊന്നുമില്ല. അവൻ ഹോർലിക്സ് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പം ആദ്യം തന്നെ ഞാനത് കയ്യിലെടുത്ത് നക്കുന്നത് അവൻ കണ്ടു ഗൈസ്. പിന്നെ അമ്മ എനിക്കും 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 എന്ന് പറഞ്ഞ് കുപ്പി എടുക്കുന്ന സമയത്ത് ഇനി ആ കൊലായിലാണെങ്കിൽ പോലും ആള് ഓടിയെത്തും ഗൈസ്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ എൻ്റെ അല്ലേ മകൻ. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും, ഞാൻ ഭയങ്കര കുണ്ടുപണിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്നൊരു ഒതുങ്ങൂട്ടോ ഗൈസ്. എന്തെങ്കിലും ക്ലാസ്സിനോ അല്ലെങ്കിൽ പരീക്ഷയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങുമ്പം ഞാനൊന്ന് ഒതുങ്ങും. പക്ഷേ ഈ വീടിൻ്റെ ഉള്ളിലിരുന്നാൽ ചിലപ്പം അടുത്ത തൃശ്ശൂർ പൂരത്തിന് എന്നെയും കൂടെ വെക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി കൊടുക്കും ഗൈസ്. അമ്മാതിരി തടിയാണ് ഞാൻ തടിക്കുക. വെള്ളം കുടിച്ചാൽ പോലും തടിക്കുന്ന ടീംസാണ് ഞാൻ ഒന്നാമത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഉറക്കമാണ്. ഒരു 2-3 മണിക്കൂറൊക്കെ ചിലപ്പം ബോധമില്ലാതെ അങ്ങ് ഉറങ്ങിപ്പോവും. ചിലപ്പോൾ ഒരു 4-5 മണിക്കൂറിലേക്കൊക്കെ എത്താറുണ്ട്. അത് റെയർ കേസാണ്. എന്നാലും അങ്ങനെയൊക്കെ ഉറങ്ങിപ്പോവും ഗൈസ്. പിന്നെ എൻ്റെ കുട്ടിയും എൻ്റെ പോലെ തന്നെ എൻ്റെ അതേ രീതി ആയതുകൊണ്ട് ഞാൻ ഉറങ്ങുന്ന അത്രയും നേരം അവനും ഉറങ്ങി സഹായിച്ചു തരും. കാരണം ഞാൻ അവൻ്റെ കൂടെ കിടന്നാൽ അവൻ എത്ര വേണമെങ്കിലും ഉറങ്ങും കേട്ടോ. ഇനി അതല്ലെങ്കിൽ പോലും അവനും നല്ല ഉറക്കത്തെ ഇഷ്ടപ്പെടുന്ന, അതായത് ഞാനും അവൻ്റെ അച്ഛനും അവനും ഒക്കെ ഏകദേശം ഉറക്കത്തിൻ്റെ ആളുകളാണെന്നുള്ളത് സാരം. കാരണം രാവിലെ എണീറ്റ് വർക്കൗട്ട് ചെയ്യാനൊന്നും നമുക്ക് പറ്റാറില്ല. പിന്നെ കണ്ണൻ സൈഡിലിരുന്ന് കരയാണ് കേട്ടോ. ഐസ്ക്രീം എടുത്ത് ഞാൻ വീഡിയോ ഓഫ് ചെയ്താണ്. ഐസ്ക്രീം കഴിഞ്ഞിരുന്നു. പിന്നെ ആ പെട്ടി വടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, നിങ്ങളെ കാണിക്കേണ്ട വിചാരിച്ചു. അങ്ങനെ ഞാനും കണ്ണനും കൂടി വടിച്ചപ്പം എനിക്ക് കുറച്ചധികം കിട്ടി. അവന് വടിക്കാൻ അവസരം കിട്ടിയതുമില്ല. അതായത് ലാസ്റ്റ് ടൈമിൽ അവനൊരു വടിക്കലും നടന്നില്ല. അപ്പോഴത്തേക്ക് ആൾ കരയലായി, പീച്ചിലായി. ഇനി ഞാനെന്ത് ചെയ്യാനാ, തുപ്പി കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ പിന്നെ ഞാൻ മൈൻഡ് ആക്കിയില്ല. ഇനി ഇത് സെറ്റാക്കിയിട്ട് കൊടുക്കുമ്പം ആളെന്തായാലും ഹാപ്പി ആവുമെന്ന് എനിക്ക് അറിയായിരുന്നു. പിന്നെ കഞ്ഞി തൊടുത്താൽ വാ തുറക്കാത്ത എൻ്റെ കുട്ടിയാണ് ഇപ്പോൾ ഈ അവിൽ മിൽക്ക് കണ്ടപ്പോൾ നിന്നത്. കാരണം ആൾക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പം നിങ്ങളെ വീട്ടിൽ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സെറ്റാക്കി വെക്ക്.